ഹായ് ഹലോ നമസ്കാരം. മൈ മൂവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൽക്കി പൊളിച്ചു മക്കളെ, ഒരു രക്ഷയില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു കിടിലൻ ഒരു അഡാർ ഐറ്റം പടം. സംഭവം ഈ 600 കോടി അല്ലെങ്കിൽ 700 കോടി 1000 കോടി പടങ്ങളൊക്കെ നമ്മൾ കുറേ കണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ 600 കോടിയുടെ പടം കാശ് മുതലാവും. കാണണം എല്ലാവരും, തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സിനിമ. VFX കുറച്ച് കൂടുതലുണ്ടെങ്കിലും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ ആ സിനിമ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഒന്നുമല്ല, സലാറിൻ്റെ ഒക്കെ ഡബിൾക്ക് ഡബിളാണ് നമ്മളുടെ കൽക്കി നിൽക്കുന്നത്. കൽക്കി കിടിലനാണ്, എല്ലാ പ്രേക്ഷകരും നല്ല അഭിപ്രായമാണ്, കൂടെ ഞാനും നല്ല അഭിപ്രായത്തിലാണ്. അപ്പോൾ എല്ലാവരും സിനിമ കാണണം തീർച്ചയായിട്ടും. പിന്നെ 600 കോടി സിനിമ അല്ലേ, നമ്മൾ 600 കോടി സിനിമ എന്ന് പറയുമ്പോഴും 1000 കോടി സിനിമ എന്ന് പറയുമ്പോഴും നമ്മൾ പോയി കാണാറുണ്ട്. അപ്പോൾ നമ്മളാദ്യം ശ്രദ്ധിക്കുക, 600 കോടിക്കുണ്ടോ ഈ സിനിമ, 1000 കോടിക്കുണ്ടോ ഈ സിനിമ, അത്രത്തോളം ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ചിന്തിക്കാറ്. 600 കോടി മുതലാവും. 600 കോടിയുടെ സിനിമ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയിട്ട് കണ്ടേ പറ്റും. അത്ര മനോഹരം. VFXൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷേ VFX മറ്റുള്ള സിനിമകളെ പോലെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു അരോചകമോ അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു തോന്നലോ ഒട്ടും ലാഗില്ലാതെയാണ് നമ്മുടെ ഈ കൽക്കി മൂവി കൊണ്ടുപോയിട്ടുള്ളത് ഡയറക്ടർ. നേരത്തെ പ്രഭാസിൻ്റെ സിനിമ നമ്മൾ കണ്ട്, പ്രഭാസും പൃഥ്വിരാജൊക്കെ വന്ന സിനിമ സലാറിനേക്കാളും ഒരു 10 മടങ്ങ് മുകളിൽ നിൽക്കും, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് കൽക്കി. പിന്നെ എടുത്ത് പറയാൻ മേക്കിംഗ് ഒരു രക്ഷയല്ല. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ എല്ലാ സിനിമയിലും നമുക്കറിയാം, ഓരോ സിനിമയുടെ റിവ്യൂ പറയുമ്പോഴും നമ്മൾ അത് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് ഈസ് വെരി വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഓക്കെ, ഒട്ടും ലാഗിയാൽ തന്നെ അതിൻ്റെ മേക്കിങ്ങും DOP ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒക്കെ പ്രേക്ഷകരെ ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിട്ടുണ്ട്. പിന്നെ മലയാള സിനിമ സാന്നിധ്യം ഇപ്പോൾ കുറേ കാലമായിട്ട് തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും കന്നഡ ആണെങ്കിലും മലയാളം ആണെങ്കിലും മറ്റു ഭാഷയിൽ വില്ലനായോ അല്ലെങ്കിൽ സഹനടനായോ ഒക്കെ വരുന്ന ഒരു സമയമാണ്. ശോഭന ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ ചെറിയ ഒരു കഥാപാത്രമാണെങ്കിലും ദുൽഖർ സൽമാൻ നന്നായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ ബിഗ് ബി പിന്നൊന്നും പറയണ്ടല്ലോ, അദ്ദേഹം ഉഷാറായിട്ട് നല്ലൊരു കഥാപാത്രം. പ്രഭാസ് പൊളിച്ചടക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രം ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പറയാനെന്താ, ബാക്കി കാസ്റ്റിംഗ് ഇസ് വെരി ഗുഡ്, മൂവി ഇസ് വെരി അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് സൗണ്ട് എഫക്ട്സോട് കൂടി തന്നെ നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. ചരിത്ര കഥകൾ നമ്മൾ മുന്നേയും ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ചരിത്ര കഥകൾ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടില്ലേ, പല സ്റ്റോറികളും തമിഴിലും ഹിന്ദിയിലും ചരിത്ര സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊരു വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് തിയേറ്ററിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ പ്രഭാസാണെങ്കിലും അമിതാഭ് ബച്ചൻ ആണെങ്കിലും ദുൽഖർ സൽമാൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ശോഭനയാണെങ്കിലും ദെൻ കമൽഹാസൻ ആണെങ്കിലും ദീപിക പദുകോൺ ആണെങ്കിലും എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി മലയാളത്തിലും തമിഴ് പ്രേക്ഷകർക്ക് വേണ്ടി തമിഴിലും അല്ലെങ്കിൽ കന്നഡയിലും ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഡിമാൻഡ് ചെയ്യാവുന്നൊരു സിനിമയാണ് കൽക്കി. അപ്പോൾ എല്ലാവരും കാണുക, തീർച്ചയായിട്ടും കാണേണ്ടത്. ഒരു പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭംഗിയായി തോന്നുന്നത് തമിഴ് ഓർ ഹിന്ദിയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് അവരുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും ഓൾ ക്രൂ ഈസ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കൽക്കി. അതേപോലെ നമ്മുടെ ഈ ഒരു പാൻ ഇന്ത്യൻ സിനിമയുടെ സംവിധാനം, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം നാഗശ്വിൻ. അദ്ദേഹമൊക്കെ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഒരു രക്ഷയില്ല. നാഗശ്വിൻ സല്യൂട്ട്. അപ്പോൾ കൽക്കി മൂവി എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം, കാണുക, പൊളിച്ചടക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ ഈസ് പൊളി മക്കളെ. കുറച്ച് നേരം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കുറച്ച് നേരെ ഉള്ളൂ എങ്കിലും പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ടീം
കൽക്കി ഓൾ ടീം ബെസ്റ്റ് ഓഫ് ലക്ക്. ഉഷാർ.